ഒരുപാട് സന്തോഷത്തിലാണ്. കാരണം വീണ്ടും നമ്മുടെ നാട് ഒരു സിനിമ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് എത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കടമ്പേരി. അതെ അതെ, കടമ്പേരി കാലം വീണ്ടും സിനിമ നമുക്കെല്ലാം ഒരുപാട് എറണാകുളത്തൊക്കെ ബേസ് ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പോൾ മലബാറിലേക്ക് എല്ലാ സിനിമകളും വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ നാട്ടുകാരുടെയൊക്കെ ഒരു സഹായിക്കാനുള്ള മാനസികാവസ്ഥ തന്നെയാണ്. കാരണം സഹകരണമാണ്. കാരണം അവരെല്ലാ രീതിയിലും ഞങ്ങളോട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കടമ്പേരി പ്രദേശം ഏറ്റവും സന്തോഷം നമ്മൾ ഈ പടത്തിലൂടെ ഏകദേശം 84ഓളം പുതിയ കലാകാരന്മാരെ ഈ സിനിമയോട് പരിചയപ്പെടുത്തുന്നുണ്ട്. അത് നമ്മൾ ഒരിക്കലും ഒരു കൊമേഴ്ഷ്യൽ വാല്യൂ അല്ല അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം ഇത്തരം നല്ല ഏറ്റവും കഴിവുള്ള കലാകാരന്മാരെ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്താൻ നമുക്ക് പറ്റുന്നുണ്ടെന്നാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ. ഇതൊരു ഒരാളല്ല, ഒരു കൂട്ടം ആൾക്കാരുടെ എന്താ പറയുക സ്നേഹത്തോടെയുള്ള ഒരു ഒരു ശരിക്കൊരു കൂട്ടമായിട്ടുള്ള വർക്ക് തന്നെയാണ് സിനിമ. ഇതിലുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ മാങ്ങാട് നിഷ ടാക്കീസ് രാവിലെ തന്നെ ഇവിടെ വന്ന പഴയ ആൾക്കാരൊക്കെ പറഞ്ഞു, പഴയ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞു, പഴയ നിഷ ടാക്കീസ് കണ്ട ഒരു മൂഡ് എന്ന് പറഞ്ഞു. അതിൽ നമുക്ക് എടുത്തു പറയേണ്ട അജയ് മാങ്ങാട് പറഞ്ഞ ഒരു കലാകാരനാണ്, ആർട്ട് ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻസും കഴിഞ്ഞ എത്രയോ ദിവസത്തെ രാത്രികളായി ഇതിനുവേണ്ടി പ്രയത്നിക്കുകയാണ്. അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കഴിവുകൾക്കുള്ള ആവട്ടെ. സീരിയസ് സുജിൽ മാങ്ങാടാണ് ഇതിൻ്റെ ഡയറക്ടർ. സുജിൻ്റെ ആദ്യത്തെ സിനിമയാണ്. സുജിൽ ഒരുപാട് വർഷങ്ങളായി നാടക മേഖലയിൽ വളരെ തൻ്റെ കഴിവ് തെളിയിച്ചൊരു വ്യക്തിയാണ്. പക്ഷെ ആദ്യത്തെ സിനിമയായിട്ട് പോലും അവൻ ഭയങ്കര എക്സ്പീരിയൻസോടെ എല്ലാവരും കോർഡിനേറ്റ് വളരെ ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ ടെക്നീഷ്യൻസ് എല്ലാവരും വളരെ കഴിവുള്ള ആൾക്കാരാണ്. കാരണം അജയ് മാങ്ങാടാണ് പറഞ്ഞ അജയ് മാങ്ങാടാണ് ഇതിൻ്റെ കലാസംവിധാനം. ഒരുപാട് സിനിമകൾക്ക് ചെയ്ത വ്യക്തിയാണ്. പക്ഷേ ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടേണ്ട വ്യക്തിയാണ്. പലപ്പോഴും അത് മിസ്സായി പോയ വ്യക്തിയാണ്. പക്ഷേ ഈ ഒരു സിനിമയിൽ അദ്ദേഹത്തിന്റെ ആ വർക്ക് കിട്ടേണ്ടതാണ്. അതുപോലെ വർക്കുകളുണ്ട്, എന്നാലും അതിൽ വരട്ടെ എന്നുള്ള. അതുപോലെ ക്യാമറ ചെയ്യുന്ന നിഖിലേഷ് പ്രവീണാണ്. ദേശീയ അവാർഡ് കിട്ടിയ 2 പ്രാവശ്യം ദേശീയ അവാർഡ് കിട്ടിയ ചെറുപ്പക്കാരനാണ്. അദ്ദേഹമാണ് ക്യാമറ ചെയ്യുന്നത്. അതുപോലെ റിച്ചി നിവിൻ പോളിയുടെ പടങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത അതുൽ വിജയാണ് ഇതിനെ എഡിറ്റ് ചെയ്യുന്നത്. സുജിത്ത് വസ്ത്രാലങ്കാരം ചെയ്യുന്നു. അങ്ങനെ ഒരു വലിയ പടം. അതുപോലെ പ്രൊഡക്ഷൻ കൺട്രോളർ ജിനു രോമാഞ്ചം, ജാനമൻ തുടങ്ങിയ സൂപ്പർ ഹിറ്റ് പടങ്ങൾ. അതായത് ചെറിയ പടങ്ങളാണ്, പക്ഷെ അതൊക്കെ സൂപ്പർ ഹിറ്റ് പടങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്ന വ്യക്തിയാണ് ഈ സിനിമയുടെ കഥയും തിരക്കഥയും എന്നുകൂടി നിങ്ങളോട് സൂചിപ്പിക്കട്ടെ. അദ്ദേഹമാണ് വിജേഷ് വിശ്വ. നമ്മുടെ വെള്ളം എന്ന് പറയുന്ന സിനിമയുടെ കോ റൈറ്ററായിട്ട് എന്ന് പറഞ്ഞാൽ വെള്ളം എന്ന സിനിമ ഉണ്ടാകാൻ നിമിത്തമായ വ്യക്തി തന്നെയാണ് വിജേഷ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പലർക്കും അറിയുന്ന കാര്യമാണ് ഇവിടെ ഞാനൊന്ന് സൂചിപ്പിച്ചു. പിന്നെ അതുപോലെ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ, അങ്ങനെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള ധനമായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ധനമായിട്ട് നമ്മുടെ സ്വപ്നത്തിന് കൂട്ടു നിൽക്കുന്ന ഒരാൾ. കാരണം അല്ലാണ്ട് ഒരു പ്രൊഡ്യൂസറിന് ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനപ്പുറം നമ്മുടെ സ്വപ്നങ്ങൾക്ക് ഒരുപാട് നാളെ സിനിമയുടെ പുറകെ നടക്കുന്ന ഞങ്ങളുടെയൊക്കെ സ്വപ്നത്തിന് മൂപ്പർ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുന്നതിനപ്പുറം ഞങ്ങളുടെ സിനിമനെ 100% സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ പ്രൊഡക്ഷൻ മാനേജറായിട്ട് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന അനിമാഷിൻ്റെ സഹകരണമാണ്. കാരണം നദികൾ സുന്ദരി യമുനയിൽ വളരെ മനോഹരമായി ആ സിനിമാ ഷൂട്ടിലും സെറ്റിലും ഒക്കെ അദ്ദേഹം ഒരുപാട് സഹകരിച്ച വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾക്ക് കിട്ടിയതും വളരെ ആത്മാർത്ഥമായ സമീപനവും ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയണം. അതുപോലെ ഈ സിനിമയുടെ മ്യൂസിക് ചെയ്യുന്ന പ്രണവാണ്. പ്രണവിൻ്റെ ആദ്യത്തെ പടമാണ്. പ്രണവിനെ നമുക്ക് പരിചയമുണ്ട്. കാരണം ചാവേറിലൊക്കെ പാട്ട് പാടിയിട്ടുള്ള പ്രണവാണ് മ്യൂസിക് ചെയ്യുന്നത്. അത് ആ ചാവേറിന് വേണ്ടി പാട്ട് എഴുതിയ ഹരീഷാണ് ഇതിന് പാട്ട് ചെയ്തത്. പിന്നെ ഒരുപാട് സന്തോഷം എന്ന് വെച്ചാൽ കൈതപ്രം സാറ് ഈ പടത്തിന് വേണ്ടി പാട്ട് എഴുതുന്നുണ്ട്. അത് വലിയൊരു അനുഗ്രഹമാണ്. കുറച്ച് വർഷമായിട്ടുള്ള ഓട്ടോ ചാട്ടമൊക്കെ ഇതാ ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഫസ്റ്റ് പടത്തിൻ്റെ ഫസ്റ്റ് ഡേ ഷൂട്ടാണ്. കടമ്പേരി കവലയിൽ, തളിപ്പറമ്പിനടുത്ത് കടമ്പേരി കവലയിൽ. ഞാൻ ബേസിക്കലി കല്യാശ്ശേരിക്കാരനാണ്. അപ്പോൾ കല്യാശ്ശേരിയായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻസിഡൻറ്റും പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാരും നാടകക്കാർ ഒക്കെ ഉണ്ട്. ഇത്രയും കാലം നാടകത്തിന് കൂടിയുള്ള എല്ലാ മനുഷ്യരും കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഭയങ്കര സന്തോഷം. വിജേഷ് വിശ്വമാണ് നമ്മുടെ റൈറ്റർ. അപ്പോൾ ഹൈടെക് ഫിലിംസാണ് പ്രൊഡക്ഷൻ. ടെക്നിക്കലി എല്ലാവരും ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മലയാള ഫിലിം ഇൻഡസ്ട്രിയിലുള്ള കുറച്ച് ആൾക്കാരാണ്. അപ്പം രസമായിട്ട് പോകുന്നു പരിപാടികൾ. അപ്പം ഇന്ന് രാവിലെ അതിൻ്റെ ഇനോഗ്രേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഫസ്റ്റ് ഷോട്ട് പോയി. എന്താണ് ഭയങ്കര സന്തോഷം തോന്നുന്നു.
അടിപൊളിയാണ്. അതുപോലെ ഈ സിനിമയിൽ നായക വേഷം ചെയ്യുന്നത് ലുക്മാനാണ് വേഷം ചെയ്യുന്നത്. അതുപോലെ നായിക തൻവീറാം. അതുപോലെ പിന്നെ ഒരുപാട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സീനിയറിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ പുതിയ 84ഓളം അവരൊക്കെ പുതിയ നടന്മാരെന്ന് ഞങ്ങൾ വിളിക്കുന്നത്. കാരണം നാടകത്തിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും. കാരണം ഇവരൊക്കെ നാളത്തെ ചെറിയ ചെറിയ വേഷങ്ങൾ കാണിച്ചു വന്നവരാണെങ്കിലും എക്സ്പീരിയൻസ് കൊണ്ട് അവർ നല്ല ഒരു ഉറപ്പ് പറയാൻ പറ്റും. ഈ സിനിമയോടെ അവരൊക്കെ മലയാള സിനിമയിലെ ഏറ്റവും വേണ്ടപ്പെട്ട നടന്മാരായി മാറും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. ഞാൻ സുജിൽ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള പ്രോസസ്സാണ് ഈ പടത്തിന് വേണ്ടി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇതിലേക്ക് ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരുന്നത് നമ്മൾ ഓഡീഷൻ നടത്തി. അതിലൂടെ കൃത്യമായിട്ട് ഏകദേശം 13,000 ആൾക്കാരുടെ അപേക്ഷ ഉണ്ടായിരുന്നു. അതൊന്ന് ഫിൽറ്റർ ചെയ്ത് ഞങ്ങൾ 100 പേർക്കുള്ള ക്യാമ്പ് 100 പേരെ സെലക്ട് ചെയ്തു. അതിൽ നിന്ന് 10-30 പേരെ അതിൽ നിന്ന് സെലക്ട് ചെയ്തു. അങ്ങനെ എല്ലാ രീതിയിലും വളരെ നിരീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ ആർട്ടിസ്റ്റിനും ഈ പടത്തിൽ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം ഈ സിനിമയ്ക്ക് വേണ്ടി. ഇതൊരു മികച്ച സിനിമയാണുള്ള ഹാർഡ് വർക്ക് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.